CPM കാര്യത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. അവരിടുന്ന ക്യാപ്സ്യൂളുകൾ ഒരു പത്രസമ്മേളനത്തോടെ ഇല്ലാതാവുന്ന നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇക്കാര്യത്തിൽ പരമവിഡ്ഢിത്തമാണ് CPM പറഞ്ഞത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്, മറ്റു പലർക്കും അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ VD സതീശന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ചില പോസ്റ്റുകൾ മെറ്റ റദ്ദാക്കിയിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം. ഇപ്പൊ KCBCയുടെ പിന്തുണ, ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് മത്സ്യ മേഖലയിൽ, ഷിബു ബേബി ജോണുമായി അദ്ദേഹം ഒരു ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അങ്ങനെ നിരവധി തന്റെ പോസ്റ്റുകൾ തന്നെ മെറ്റ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇതിപ്പോ കേരളത്തിൽ പലർക്കും അറിയാം, പലരുടെയും പോസ്റ്റ് റദ്ദാക്കുന്നുണ്ട്. മെറ്റയ്ക്ക് ഇപ്പൊ അവർ പറയുന്നത് അവരുടെ ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട്, AI ഉപയോഗിച്ച് അത് നോക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ എടുക്കാതിരിക്കുകയോ ചെയ്യുള്ളൂ. അത് സുക്കർബർഗിന്റെ സ്വാതന്ത്ര്യം. പക്ഷേ ജനാധിപത്യത്തിൽ വിമർശനത്തിനുള്ള അവകാശം വളരെ പ്രധാനമാണ് എന്നും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നെഹ്റുവിനെയാണ് സതീശൻ കോട്ട് ചെയ്യുന്നെങ്കിൽ ഡോണ്ട് സ്പെയർ മീ എന്നാണ് നെഹ്റു ശങ്കറിനോട് പറഞ്ഞിട്ടുള്ളത്. വളരെ പഴയ കൊട്ടേഷനാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം മുഖ്യമന്ത്രിക്കെതിരെ ഇട്ട പോസ്റ്റുകൾ കാണാതാവുന്നു എന്നതാണ് ചോദ്യം. അതിലൊന്നാമത്തെ ഉത്തരം, അത് സതീശൻ സർക്കാർ പറഞ്ഞിട്ടാണോ, സർക്കാരിന്റെ ഏതെങ്കിലും രേഖകൾ ഏതെങ്കിലും തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവർക്ക് പറ്റിയോ? ഇല്ല എന്ന് മാത്രമല്ല, മെറ്റ അതിന്റെ സ്വന്തം താല്പര്യമനുസരിച്ച് അവരുടെ ഇന്റേണൽ AI മെക്കാനിസം, അതിന്റെ സൂപ്പർവൈസിങ് മെക്കാനിസം ഉപയോഗിച്ചാണ് മാറ്റുന്നത് എന്ന് ഇത് സംബന്ധിച്ച് പിണറായി വിജയൻ ഇട്ട പോസ്റ്റിൽ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളുണ്ട്. ആ സ്ക്രീൻഷോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് റിമൂവ്ഡ്. എന്തുകൊണ്ട്? ഞങ്ങളുടെ ഇന്റേണൽ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് അതിൽ തന്നെയുണ്ട്. സതീശൻ കത്തയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം കൊണ്ടുവരാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് തെളിയിക്കാൻ പ്രതിപക്ഷത്തിനും ബാധ്യതയുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇനി സതീശൻ പറഞ്ഞതുപോലെ ഞാൻ തന്നെ എൻ്റെ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് മെറ്റ 2 മാസമായിട്ട് ചെയ്തു തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് മാറ്റിക്കിട്ടണം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ളത് മാറ്റിക്കിട്ടണം എന്ന് പറഞ്ഞിട്ട് പോലും അത് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് ഒരു വശമാണ്. ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പോയി എന്ന് അന്വേഷിക്കാനുള്ള അവകാശം CPM-നുണ്ട്, VD സതീശനുണ്ട്, എനിക്കുണ്ട്. ഞാൻ പറയാൻ കാരണം, എൻ്റെ തന്നെ ഒരു പോസ്റ്റ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായി. അത് പ്രധാനമന്ത്രി മോഡിയെ വിമർശിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു. സ്വാഭാവികമായും ഞാൻ കണക്കാക്കി അത് ഏതെങ്കിലും തരത്തിൽ ഇടപെടലായിരിക്കും. ഒരു 3 ദിവസം കഴിഞ്ഞ് ആ പോസ്റ്റ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവരെ പരിശോധിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വസ്തുതാപരമായി പ്രശ്നമില്ല എന്നതുകൊണ്ട് ഇട്ടതാണോ, അത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടിട്ടതാണോ എന്നറിയില്ല. ഇപ്പൊ പലരും ഇപ്പൊ ഫേസ്ബുക്കിൽ വന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പോസ്റ്റുകൾ കാണാതായി എന്ന് പറയുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായ 2 സംഭവങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, മലയാള മനോരമയുടെ ഫേസ്ബുക്കിൽ അവരുടെ ഒരു പ്രധാന എഡിറ്ററായ ജോണി ലൂക്കോസുമായി സതീശൻ നടത്തിയ ദീർഘമായ ഭാഷണം. ആ ഭാഷണം ഫേസ്ബുക്കിൽ നിന്ന് മെറ്റ നീക്കം ചെയ്തു. അത് വേറെ പലരും ഡൗൺലോഡ് ചെയ്തെടുത്തു. പക്ഷെ 2 ദിവസം കഴിഞ്ഞു പരാതി കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് ആ സാധനം തിരിച്ചു വന്നു. ഇത് നമ്മൾ കണ്ടു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. അതുപോലെ തന്നെ അതിൽ വന്നൊരു കാര്യം, അതിൽ പരാതി കൊടുത്തിരുന്നു എന്ന് മെറ്റ പറഞ്ഞിരുന്നു. അതിലൊരു പരാതി കിട്ടിയിരുന്നു പോലീസിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ പോലീസിന്റെ പരാതി അനുസരിച്ചാണ് മെറ്റ അത് നീക്കം ചെയ്തത് എന്ന് അന്ന് വ്യക്തമായിരുന്നു. മെറ്റ അങ്ങനെ പരാതി കിട്ടിയാൽ അന്വേഷിക്കും, അത് കഴിഞ്ഞാൽ ചെയ്യും. സമാനമായ മറ്റൊരു കേസ്, കേരളത്തിലെ സീനിയർ ജേർണലിസ്റ്റായ N മാധവൻകുട്ടി അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് പിണറായി സർക്കാരിന്റെ കാലത്താണ്. ആ പോസ്റ്റ് പോലീസ് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് നീക്കം ചെയ്തത്. അദ്ദേഹത്തിന്റെ മെറ്റ ഫേസ്ബുക്ക് പേജ് തന്നെ ഇല്ലാണ്ടാക്കി. ഒടുവിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി, ഇപ്പോൾ ഈ സർക്കാരൊക്കെ വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ പോയിട്ടാണ് തന്റെ പേജ് അദ്ദേഹം പുനഃസ്ഥാപിച്ചത്. ഞാൻ പറഞ്ഞത് ഇവിടെ പല കാര്യങ്ങളുണ്ട്. പോലീസ് നേരിട്ട് ഇടപെട്ട് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. സതീശൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്ക് സപ്പോർട്ടായി ഗവൺമെന്റ് വരാം. അതോടുകൂടി വേറെന്താ പറയാൻ പറ്റുക? പരാതി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന്റെ കാലത്ത് പോലീസ് പരാതിപ്പെട്ട് നീക്കിയതുപോലെ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ
സതീശനും സർക്കാരും വിമർശിക്കപ്പെടണം. ഇല്ല എന്നും ഇനി വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് സപ്പോർട്ടായി ഏതൊക്കെ പോസ്റ്റാണ് മാറ്റിയെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്നുള്ള തലത്തിൽ കത്തെഴുതാം വേണമെങ്കിൽ എന്നും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു ഫെയ്തോ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഗുണവും ഉണ്ടാവും എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കാർഡ് വന്നത് സതീശനെതിരെയാണ്. സതീശൻ തന്നെ പറയാറുണ്ട്, AKG സെന്ററിൽ ഇരുന്ന ഒരു ടീം എനിക്കെതിരെ നിരന്തരം നുണയൻ 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 എന്ന് പറഞ്ഞ് നിരന്തരം പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി? ഒരുപക്ഷെ അത് കാണുന്ന അതിന്റെ പാർട്ടിക്കാർക്ക്, ഇപ്പൊ CPM കാരായിരുന്നെങ്കിൽ CPM കാർക്ക് ആഹ്ലാദിക്കാൻ ഒരു വകയുണ്ട്, അങ്ങനെ പ്രസംഗിക്കാൻ വകയുണ്ട്. പക്ഷേ അത്തരം ക്യാപ്സ്യൂളുകൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ സംഗതികളായി മാറുകയാണ്. ജനങ്ങൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര കാർഡ് വന്നു? എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടായോ? ഞാൻ പറയുന്നത് രാഷ്ട്രീയമില്ല എങ്കിൽ അതിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. ഇപ്പോൾ ഗവൺമെന്റിനെതിരായിട്ട പോസ്റ്റുകൾ രാഷ്ട്രീയമായി മൂല്യമുള്ളതാണെങ്കിൽ ജനങ്ങളത് പരിഗണിക്കും. അത് മറ്റൊന്നും വിചാരിച്ചാൽ മാറ്റി വെക്കാൻ പറ്റില്ല. വേറെ എന്തെല്ലാം മാധ്യമങ്ങളുണ്ട്, അതിലൂടെയൊക്കെ ഇത് വരില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് ഇത് CPM പൊളിഞ്ഞുപോയ ഒരു ബോംബാണ്. അത് അന്വേഷിക്കണമായിരുന്നു. ആദ്യം അന്വേഷിക്കണമായിരുന്നു എന്താണ് ചെയ്തത്, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്തത്, അതിന്റെ കാരണം അതിൽ എഴുതിയിട്ടുണ്ട്. അതിലേതെങ്കിലും കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്? ഒരു വിവരാവകാശം വയ്ക്കൂ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും വകുപ്പ് മെറ്റയ്ക്ക് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ വിളിച്ചു പറഞ്ഞാലൊന്നും അവരിടില്ല. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ വേണമെന്ന് പറഞ്ഞാൽ കിട്ടും. അത് കിട്ടണം. അല്ലെങ്കിൽ അസംബ്ലിയിൽ ചോദിക്കണം ഈ ചോദ്യം അങ്ങനെയുണ്ടെങ്കിൽ. അപ്പൊ ചുരുക്കത്തിൽ ഇത് പറയാതെ വെറും കാർഡ്, അതൊരു കാർഡാക്കുക. ഏത് മെറ്റ നീക്കം ചെയ്ത് സതീശൻ പറഞ്ഞിട്ടാണ് എന്ന രൂപത്തിൽ കാർഡാക്കുക. ആ കാർഡാക്കുന്നതിന് എന്താർത്ഥം? അപ്പൊ അതുകൊണ്ട് എനിക്ക് CPM പറയാനുള്ളത്, കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് നിങ്ങൾ ഉന്നയിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂൾ വിമർശനങ്ങളല്ല. മിക്കവാറും എല്ലാ ക്യാപ്സ്യൂൾ വിമർശനങ്ങളും ഒരു പരിധിവരെ ഈ സതീശന്റെ പത്രസമ്മേളനത്തിൽ അടിഞ്ഞുപോയി എന്നാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. സതീശനെ വിമർശിക്കണം, തീർച്ചയായും വിമർശിക്കണം. പക്ഷെ അത് രാഷ്ട്രീയമായ വിഷയത്തിൽ വിമർശിക്കണം. അങ്ങനെ വിമർശിച്ചാൽ മാത്രമേ അതിന് ഏതെങ്കിലും തരത്തിൽ ദീർഘകാല ഗുണമുണ്ടാവൂ. മെറ്റയോ ഒക്കെ പിടിച്ച് ചെയ്താൽ, മെറ്റ സതീശന്റെയോ ഈവൻ മോഡിയുടെ പോലും നിയന്ത്രണത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരതിനൊക്കെ അപ്പുറത്താണ്. കേന്ദ്ര സർക്കാർ മെറ്റയും തമ്മിൽ അടുത്ത കാലത്തുണ്ടായ ഒരു വിവാദമുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് CPM മെറ്റ വിവാദമൊക്കെ വിട്ട് കൃത്യമായ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.